രാത്രി 2 മണിയായിട്ടും ഉറങ്ങാൻ കഴിയാതെ പഴയ കാര്യങ്ങളോർത്ത് തലപുകഞ്ഞിരിക്കുകയാണോ? അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നോർത്ത് ടെൻഷൻ അടിച്ച് സമാധാനമില്ലാതെ ഇരിക്കുകയാണോ? Hi, myself Anuja. Welcome back to my YouTube channel. Today we are talking about something we all do, overthinking. ഒരു ചെറിയ ചിന്ത മതി അത് കാട് കയറി നമ്മുടെ തലയ്ക്കുള്ളിൽ വലിയൊരു സിനിമയായി മാറാൻ. Actually, nothing even happened outside, but inside our head, it's chaos. So let's see how we can fix this. First point is awareness. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുകയാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പലപ്പോഴും നമ്മളുടെ സിറ്റുവേഷനിൽ നിന്നല്ല, പകരം നമ്മളുടെ മൈൻഡ് ഉണ്ടാക്കുന്ന കഥകളിൽ നിന്നാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. സോ ചിന്തകൾ ഇങ്ങനെ കൈവിട്ട് പോകുന്ന സമയം ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിക്കുക, ഇത് സത്യമാണോ അതോ എന്റെ മൈൻഡ് ഉണ്ടാക്കുന്ന സ്റ്റോറീസ് ആണോ? മിക്കപ്പോഴും ഇത് തോന്നലുകൾ മാത്രമായിരിക്കാം. അത് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ആ നെഗറ്റീവ് ലൂപ്പിൽ നിന്നും ബ്രേക്ക് ആകും. സെക്കൻഡ് പോയിന്റ് ആണ് ഗ്രൗണ്ട് യുവർ സെൽഫ്, ബ്രിങ്ങിങ് യുവർ സെൽഫ് ബാക്ക് ടു പ്രസന്റ്. ഓവർ തിങ്കിങ് ഒന്നെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. ഇറ്റ് നെവർ ലിവ്സ് ഇൻ ദ പ്രസന്റ്. ഇതിനായി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് 3-2-1 മെത്തേഡ്. ആദ്യം നിങ്ങളുടെ കണ്ണിൽ കാണുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾക്ക് തൊടാൻ കഴിയുന്ന 2 കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ ഫീൽ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ആ ഇമാജിനറി വേൾഡിൽ നിന്നും പ്രസന്റ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. ഇതിന്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ടായ അമിഗ്ഡാല ആക്റ്റീവ് ആകുന്നു. ഇതിനെയാണ് അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്നത്. ഈ സമയം നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. മോസ്റ്റ്ലി നമ്മൾ ഇമോഷണൽ ആയിരിക്കും. ഞാനിപ്പോ പറഞ്ഞ ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് വഴി നമുക്ക് നമ്മുടെ ബോഡിയെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നമ്മൾ നമ്മളുടെ ബ്രെയിനോട് തന്നെ പറയുകയാണ്, ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വി ആർ സേഫ്. അപ്പോൾ നമ്മുടെ പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവുകയും ചെയ്യും. അടുത്തത് ഒരു സ്മാർട്ട് ടെക്നിക്കാണ്, വെറി വിൻഡോ. ഫുൾ ഡേ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നമ്മൾ മൈൻഡിനോട് പറയുക, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വൈകുന്നേരം 7:30 ആലോചിക്കും. കയ്യിൽ ഒരു സമയമുണ്ടല്ലോ എന്ന് കരുതി ബാക്കി സമയം നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. ഓരോ 5 മിനിറ്റും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് ഇതുവഴി നമുക്ക് ഒഴിവാക്കാം. ആൻഡ് ഫൈനലി, ടേക്ക് വൺ ടൈനി സ്റ്റെപ്പ്. നമ്മുടെ വലിയ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനൊരു വലിയ സൊല്യൂഷൻ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പേടി ഉണ്ടാകുന്നത്. പകരം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് ചിന്തിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നാളത്തെ എക്സാമിനെ കുറിച്ചാണ് പേടിയെങ്കിൽ ആ ഫുൾ പോർഷൻ ആലോചിക്കാതെ അടുത്ത പഠിക്കാനുള്ള നെക്സ്റ്റ് പേജ് മാത്രം ആലോചിക്കുക, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നാളത്തെ ഓഫീസ് പ്രസന്റേഷനെ കുറിച്ചാണ് ടെൻഷൻ എങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു കുഞ്ഞ് ആക്ഷനിലൂടെ നമ്മുടെ ബ്രെയിൻ ഫിയർ മോഡിൽ നിന്നും ആക്ടിംഗ് മോഡ് അല്ലെങ്കിൽ ഡൂയിങ് മോഡിലേക്ക് മാറും. അപ്പോൾ പഴയ ചിന്തകൾ തനിയെ നിന്നു പോകും. Thank you for watching. If you found this helpful, subscribe for more. Let's grow together, one step at a time. See you in the next one. Bye.